ഹായ് ഫ്രണ്ട്സ്, ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് തിരുവോണ ദിവസത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത് പാലട പായസമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 4 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 250 ഗ്രാം പാലട, ഗീ 3 ടേബിൾ സ്പൂൺ, മിൽക്ക്മെയ്ഡ് ആവശ്യത്തിന്, ബട്ടർ 1 ടേബിൾ സ്പൂൺ, ഏലക്ക പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, പഞ്ചസാര 2 കപ്പ്, വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും. അപ്പോൾ ആദ്യം നമുക്ക് പാലട വേവിക്കണം. അതിനായിട്ട് പാനിൽ കുറച്ച് വെള്ളം എടുക്കാം. അതിലേക്ക് നമുക്ക് പാലട ഇട്ട് കൊടുക്കാം. ഒരു 15 to 20 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് പാലട കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് പാലടയിലുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ട് അത് ഊറ്റിയെടുക്കാം. പായസം ഉണ്ടാക്കാനുള്ള പാല് നമ്മൾ നേരത്തെ കാച്ചി വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് പായസം ഉണ്ടാക്കുന്ന പാനിലേക്ക് പകുതി പാല് ചേർത്ത് കൊടുക്കാം. പാലിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കാം. പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാലട ചേർത്ത് കൊടുക്കാം. പാലട കട്ട പിടിച്ച് കിടക്കുന്നതൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് ശരിയാക്കുക. പാലട ഇട്ട് പാല് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാല് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ബാക്കിയുള്ള 1 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പാലിൽ പാടയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ച പാല് വീണ്ടും തിളച്ച് നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാല് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പായസം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നിങ്ങൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടിന്ന് മിൽക്ക് മെയ്ഡ് ഫുള്ളി യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. ഇനി മിൽക്ക് മെയ്ഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നാലും മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പായസത്തിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി പായസത്തിലേക്ക്. എന്നിട്ട് പായസം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പായസം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റൊന്ന് കുറച്ച് വെക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പായസത്തിലെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പായസത്തിലിടാനായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഗീയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്ത കാഷ്യൂം റൈസിൻസും നമുക്ക് പായസത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് നെയ്യ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലട പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇന്ന് തന്നെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പം ഇന്നത്തോടെ നമ്മുടെ ഓണം സദ്യ സീരീസ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ സജഷൻസൊക്കെ ഞങ്ങൾക്ക് കമൻസിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.
കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.